ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് സമയം നിന്നിട്ട് പരത്തിയും കുഴക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആകും. അതൊന്നും ഇതിനാവശ്യമില്ല. നമ്മൾ ആ മസാല, അതായത് ആ ഫില്ലിങ് റെഡിയാക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്കിതിന് വേണ്ടൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ? എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഷവർമേൻ്റെ ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഷവർമേൻ്റെ ഫില്ലിങ് നമ്മൾ കുക്ക് ചെയ്യില്ലല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേബേജാണ്. കേബേജ് കുറച്ച് കൂടുതൽ എടുത്തോളൂ. ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് കുക്കാവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടായതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച ചിക്കനാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് അധികം കുക്കാവരുത്, പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഈ ഒരു ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ച് ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കുക. അധികം കട്ടിയും ആവാൻ പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. അങ്ങനെയുള്ളൊരു ബാറ്റർ നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിൽ വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഗാർലിക് പൗഡർ, അതും അല്ലെങ്കിൽ പെപ്പർ പൗഡർ, പിന്നെ മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി പണിയൊന്നുമില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഉണ്ണിയപ്പം ചട്ടിയിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കുഴിയിലും കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഓരോ ടീസ്പൂൺ മതിയാവും, അത്രയും ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ആ കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്, ഒരു ഹാഫ് പോർഷൻ. അപ്പോൾ ആ കുഴിയിൽ ഇത്രയും പകുതി ഒഴിച്ചു കൊടുത്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് 1 ടീസ്പൂണോളം വെച്ച് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ കുഴിയിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കരുത്, ഓരോ ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ എത്ര വേണമെങ്കിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിയിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമ്മൾ കുഴക്കുകയും പരത്തുകയും ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ലാസ്റ്റ് കുഴിയിൽ ഒഴിച്ചു. ഇനി ഇത് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അതായത് ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ആറി വരുന്നവരെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉണ്ണിയപ്പം ചട്ടിയിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്സ് അല്ലേ. നോമ്പ് കാലത്തൊക്കെ ഒരുപാട് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഒരുപാട് സമയം നമ്മൾ കിച്ചണിലൊക്കെ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പെട്ടെന്ന് കലക്കി ബാറ്ററൊക്കെ കലക്കി ചിക്കനും മസാലയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ കുഴക്കും പരത്താനൊക്കെ കുറച്ച് മടി തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എളുപ്പപ്പണി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി പകുതി കുക്കായിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയതല്ലേ. അപ്പോൾ ഈ ഓയിലിട്ടിട്ട് ഒരുപാട് സമയം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ആ ഓയിലിട്ടിട്ട് എടുക്കുമ്പോൾ നല്ല ഇങ്ങനെ മൊരിഞ്ഞ് വരും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുവേ.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചൂടോടുകൂടി ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇതിങ്ങനെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ കുറച്ചൊരു ക്രഞ്ചി ആയിരിക്കും, നല്ലൊരു ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കാൻ. അതല്ലാതെ കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും തണുത്തിട്ട് കഴിക്കുമ്പോൾ, അതായത് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആ ഷവർമേൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഷവർമേൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുമുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.